സംസ്ഥാന ബിജെപിയിലെ ഭിന്നത മറനീക്കി പുറത്ത് കൊച്ചിയിലെ സംസ്ഥാന നേതൃയോഗത്തിൽ പി.കെ. കൃഷ്ണദാസ് പക്ഷം പങ്കെടുത്തില്ല. വരണാധികാരി നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതും യോഗത്തിൽ തർക്കത്തിനിടയാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ നാരായണൻ നമ്പൂതിരി ശ്രമിച്ചെന്നാണ് ആരോപണം. അതേസമയം പാർട്ടിയിൽ പൊട്ടിത്തെറിയെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ പ്രതികരണം. പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന നിർദ്ദേശത്തിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിച്ചു. ബിജെപിയിൽ കുറുവാ സംഘം പ്രവർത്തിക്കുന്നുവെന്നാണ് പോസ്റ്ററിലെ പരാമർശം. ആദ്യം പാർട്ടി അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ലെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾക്കതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. കാരണം ഇവിടെ ഇരുന്ന് ഒറ്റയടിക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. താഴെ തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് അത് ജില്ലകൾ സംസ്ഥാനത്തിന് നൽകി ആ നിലയിലാണ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് നിങ്ങൾക്കൊരു മടുപ്പ് വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് എന്ത് ആധികാരികതയാണുള്ളത്? സത്യസന്ധതയുടെ ഒരു അംശം പോലും വേണ്ട ഒരു വാർത്ത കൊടുക്കുമ്പോൾ. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. ഇന്ന് ചേരുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാനാണ് എന്ന് ലേബി പറഞ്ഞിരുന്നു. അപ്പോൾ കെ. സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് ലേബി സജീന്ദ്രനെ ആയിരിക്കില്ലല്ലോ അല്ലേ? സുജയ, ഇന്ന് എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളായി നമ്മൾ കെ. സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ഷുഭിതനായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തുന്നത് കാണുന്നത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മാധ്യമങ്ങളെ അഗ്രസീവായിട്ട് കടന്നാക്രമിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യവും ഇതാണ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇന്ന് രാവിലെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ യോഗമാണ് നടക്കുന്നത് എങ്കിൽ പോലും ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം ആദ്യം നടക്കുന്ന യോഗമായതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ചർച്ചകളിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷന് ഒഴിഞ്ഞു മാറാനാകില്ല. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപ്രകാരം തന്നെയാണ് നമ്മൾക്ക് യോഗത്തിനകത്ത് നിന്ന് ലഭിച്ച വാർത്തയും. പി.കെ. കൃഷ്ണദാസ്, അതുപോലെ എൻ രാധാകൃഷ്ണൻ, ഒപ്പം എം.ടി. രമേശ്, ഇവർ മൂവരും എത്താതിരുന്നത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് അത് ചോദിച്ചപ്പോൾ പക്ഷേ കെ. സുരേന്ദ്രന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഈ 3 പേരെ മാത്രം എടുത്തു പറയുന്നു, 14 പേരാണ് ഇന്നത്തെ യോഗത്തിൽ വരാതിരുന്നത്. എപ്പോഴും മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളോട് തിരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നുള്ള കാര്യം ഇതുതന്നെയാണ് സുജയ. ഇന്നത്തെ യോഗത്തിൽ ഈ തുടർന്നുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഒപ്പം മുനമ്പം സമരം ബി.ജെ.പി. ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് നൽകിയത്. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ഇതിൽ എല്ലാ എം.പിമാരും ഇതിൻ്റെ ബില്ലിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ എം.പിമാർക്കെതിരെ പോലും പ്രക്ഷോഭം നടത്തും. ഈ രീതിയിലൊക്കെ മുനമ്പവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്നുള്ള കാര്യവും, ഒപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യവും പറയുന്നു. അതിനൊപ്പം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, ഇത്തരത്തിലുള്ള ചിലരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ചില വിമർശനങ്ങൾ യോഗത്തിൽ ഉയർന്നല്ലോ എന്ന് ചോദിക്കുന്നു. അതിനോടൊന്നും സംസ്ഥാന അധ്യക്ഷൻ അനുകൂലമായല്ല പ്രതികരിച്ചത്. അങ്ങനെ ഒരു വിഭിന്ന ശബ്ദവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിലും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. തീർച്ചയായും മാധ്യമ സൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഇന്നത്തെ യോഗത്തിലേക്ക് എന്തുകൊണ്ട് എം.ടി. രമേശും പി.കെ. കൃഷ്ണദാസും ഒക്കെ എത്തിയില്ല എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുമുണ്ട്. അവരുടെ പ്രതികരണം ഇനി വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ലേബി സജീന്ദ്രൻ. ലേബി സജീന്ദ്രനാണ് കൊച്ചിയിലെ ബി.ജെ.പി. യോഗത്തിന്റെ അപ്ഡേറ്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.